ബുദ്ധിമാന്ദ്യമുള്ള 15-കാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 44-കാരനായ മാതാവിൻ്റെ സുഹൃത്തിന് 106 വർഷം കഠിന തടവും 2,60,60,000 രൂപ പിഴയും വിധിച്ച് ദേവികുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി. തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി പുലാക്കോട് വാക്കട വീട്ടിൽ പത്മനാഭൻ എന്ന പ്രദീപിനെയാണ് പോക്സോ ജഡ്ജ് സിറാജുദ്ദീൻ പി.എ ശിക്ഷിച്ചത്. അടിമാലി പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് ഹാജരായി. ബുദ്ധിമാന്ദ്യമുള്ള 15-കാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 44-കാരനായ മാതാവിന്റെ സുഹൃത്തിനെയാണ് 106 വർഷം കഠിന തടവിനും 2,60,60,000 രൂപ പിഴയും വിധിച്ചത്. ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് സിറാജുദ്ദീൻ പി.എയാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി. തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പുലാക്കോട് വാക്കട വീട്ടിൽ പത്മനാഭൻ എന്ന പ്രദീപിനെയാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് സിറാജുദ്ദീൻ പി.എ ശിക്ഷിച്ചത്. പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ 22 മാസം കൂടെ പ്രതിക്ക് അധിക കഠിന തടവും കോടതി വിധിച്ചു. പിഴസംഖ്യ പ്രതി അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകുവാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവിട്ടു. 2022-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ സ്വദേശിയായ പ്രതി അടിമാലിയിൽ ഹോട്ടൽ ജോലിക്കായി എത്തുകയും പെൺകുട്ടിയുടെ മാതാവിനോടൊപ്പം അടിമാലിയിലെ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്തു വരികയും ചെയ്തിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ മാതാവുമായി സൗഹൃദത്തിലായ പ്രതി ഇവരുടെ വീട്ടിൽ താമസമാക്കുകയുമായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ മാതാവും സഹോദരങ്ങളും വീട്ടിൽ ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് വരികയായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് പെൺകുട്ടിയെ കുട്ടിയുടെ മാതാവ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിക്കുകയും ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലാവുകയും ഡോക്ടർ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ ആശുപത്രിയിലെത്തിയ പ്രതി അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. പെൺകുട്ടിയുടെയും പ്രതിയുടെയും മെഡിക്കൽ സാമ്പിളുകളുടെ DNA പരിശോധനയിൽ നിന്നും പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ പിതാവ് പ്രതിയാണെന്ന് ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ടും വന്നിരുന്നു. അടിമാലി പോലീസ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് കെ ജോസഫാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.